Dear students, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാമത്തെ മോഡ്യൂളിന്റെ വെരിലോഗ് കോഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ വെരിലോഗ് പ്രോഗ്രാം നമ്മൾ സൈലിങ്സ് ആൻഡ് മോഡൽസും യൂസ് ചെയ്ത് സിമുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ മൂന്നാമത്തെ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ മൂന്നാമത്തെ മോഡ്യൂളിന്റെ കോഡിംഗ് സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ ഇവിടെ തുടങ്ങാൻ പോകുന്നത് ഹാഫ് വാട്ടർ വെച്ച് ആണ്, അല്ലെങ്കിൽ ബേസിക് ആഡേഴ്സ് ആൻഡ് സബ്ട്രാക്ടേഴ്സിന്റെ പ്രോഗ്രാം വെച്ചിട്ടാണ്. അതിനകത്ത് ഹാഫ് വാട്ടർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഹാഫ് വാട്ടറിന്റെ ലോജിക് ഡയഗ്രാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതാണ് ഹാഫ് വാട്ടറിന്റെ ലോജിക് ഡയഗ്രാം ആൻഡ് ദ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ ഈസ് ദിസ് വൺ. നമുക്കറിയായിരിക്കും, നമ്മൾ ഓൾറെഡി തിയറി പഠിച്ചതാണ്. കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് കയറി നോക്കുക. സോ ആ വീഡിയോസിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഹാഫ് വാട്ടറിന്റെ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ഈ സർക്യൂട്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലോജിക് ഡയഗ്രാം നമ്മൾ തിയറിയിൽ നിന്ന് പഠിച്ചതുകൊണ്ട് ഇനി നമുക്ക് എന്ത് വേണം? നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് കോഡ് എഴുതും. ഈ കോഡ് എഴുതിയതിനു ശേഷം ഇതിന്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ വെരിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ ഞാൻ കോഡിംഗ് സെഷൻ പറഞ്ഞ സമയത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. നമുക്ക് VHDL അല്ലെങ്കിൽ വെരിലോഗ് കോഡിനെ നമുക്ക് മൂന്ന് രീതിയിൽ മോഡൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഡേറ്റ ഫ്ലോ മോഡലിംഗ്, സെക്കൻഡ് വൺ ബിഹേവിയറൽ മോഡലിംഗ്, തേർഡ് വൺ സ്ട്രക്ചറൽ മോഡലിംഗ്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. നമ്മൾ ഏതാണോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡലിംഗ് നിങ്ങൾ പഠിച്ചാൽ മതി. നമുക്ക് സിലബസിനകത്ത് ഈ മൂന്ന് മോഡലിംഗും എടുത്തൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇങ്ങനെയാണ് സിലബസ് ഉള്ളത്: മോഡലിംഗ് ആൻഡ് സിമുലേഷൻ ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് വിത്ത് വെരിലോഗ് അറ്റ് ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണ്, അറ്റ് ഗേറ്റ് ലെവൽ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതിലേക്ക് പോവാം. മൂന്നെണ്ണം കൂടെ ഒരുമിച്ച് പഠിക്കേണ്ട. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ ഒരു മോഡലിംഗ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ ഡേറ്റ ഫ്ലോ മോഡലിംഗ്. സോ ഡേറ്റ ഫ്ലോ മോഡലിംഗ് ഞാൻ ഓൾറെഡി എങ്ങനെയാണ് ഡേറ്റ ഫ്ലോ മോഡലിംഗ് ചെയ്യുന്നത് ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു? നമുക്കറിയാം, ഹാഫ് വാട്ടറിന്റെ ഇൻപുട്ട് ആണ് എന്ത്? എ ബി സം. എ ബി ഇൻപുട്ട് ആണ്, ഔട്ട്പുട്ട് ഏതാണ്? സമ്മും ക്യാരിയും. അപ്പൊ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യാണ് ലെറ്റ് സ്മോൾ എ സ്മോൾ ബി. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ വേരിയബിൾസ് ഇവിടെ കൊടുക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് എന്ത് കൊടുത്തു? സ്മോൾ എയും സ്മോൾ ബിയും ആണ് ഈ കറസ്പോണ്ടിങ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്ക് പകരം എന്താണ്? സ്മോൾ എ ആണ്. ക്യാപിറ്റൽ ബിക്ക് പകരം എന്താണ്? സ്മോൾ ബി ആണ്. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സം ആണ്. സമ്മിന് പകരം ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? എസ് കൊടുത്തു. ക്യാരിക്ക് പകരം CA കൊടുത്തു. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാം. വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്കും സോ മൊഡ്യൂൾ നെയിം എന്താന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇത് HA ഇൻഡിക്കേറ്റ്സ് ഹാഫ് വാട്ടർ ആണ്. അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്, യൂസർ ഡിഫൈൻഡ് ആണ്. ഓക്കെ, അത് ഡേറ്റ ഫ്ലോ മോഡലിംഗ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എന്ത് കൊടുത്തു? HA അണ്ടർസ്കോർ ഡേറ്റ ഫ്ലോ എന്ന് കൊടുത്തു. ഓക്കെ, അത് നമുക്ക് എങ്ങനെ വേണേലും ഡിഫൈൻ ചെയ്യാം. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഇൻപുട്ട് A, ഇൻപുട്ട് B, ഔട്ട്പുട്ട് S, ഔട്ട്പുട്ട് CA വരെ കൊടുത്തു. എന്നിട്ട് ഇതിനകത്ത് എന്തുണ്ട്? എല്ലാം ചെയ്തു കഴിഞ്ഞ് ലാസ്റ്റ് ഒരു എൻഡ് മോഡ്യൂളും കൂടി ഉണ്ട്. ഈ എൻഡ് മോഡ്യൂളിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് അസൈൻ ചെയ്യണം? ഈ ഔട്ട്പുട്ട്സ് അസൈൻ ചെയ്യണം. ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് ഏതാണ്? സമ്മും ക്യാരി ആണ്. സം ഈക്വൽ ടു എങ്ങനെ എഴുതും? A XOR B ആൻഡ് ക്യാരി ഈക്വൽ ടു A ആൻഡ് B. സോ ഈ ക്യാപ് സിമ്പലും അതേപോലെ ആംബർസെന്റ് സിമ്പലും എല്ലാം എന്താണ്? ആ ലോജിക്കൽ എക്സ്പ്രഷൻ ആണ്. ലോജിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻസിന്റെ സിമ്പൽ ആണ്. ആൻഡ് ഗേറ്റ് അല്ലെങ്കിൽ ആൻഡ് ലോജിക് ഓർ ലോജിക് XOR, അങ്ങനെ ഓരോ ലോജിക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് സിമ്പിൾസ് ഉണ്ട്. അതൊക്കെ നമ്മൾ തിയറിക്കകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദിസ് ഇസ് ഹൗ വി ആർ റൈറ്റിംഗ് എ കോഡ് ഇൻ ഡേറ്റ ഫ്ലോ മോഡലിംഗ്, വെരിലോഗ് കോഡിംഗ് ഡേറ്റ ഫ്ലോ മോഡലിംഗ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ കോഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഓൾറെഡി എന്തെടുത്ത് വെച്ചിട്ടുണ്ട്? ഈ ഒരു കോഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഹാഫ് വാട്ടറിന്റെ കോഡ് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് അല്ലെങ്കിൽ ആ സോഴ്സ് കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സൈലിങ്സ് എടുത്തു. സൈലിങ്സിനകത്ത് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? എക്സിസ്റ്റിംഗ് പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് പുതിയ പ്രോജക്റ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റിനകത്ത് എന്ത് ചെയ്തു? ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു.
ഞാൻ ഇവിടെ ന്യൂ സോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്തു. അതിനുശേഷം വെരിലോഗ് മോഡ്യൂൾ ക്ലിക്ക് ചെയ്തു. ആ വെരിലോഗ് മോഡ്യൂളിനകത്ത് ഏത് ഫയലാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ ഫയൽ നെയിം കൊടുത്തു. ഇവിടെ ഞാൻ എന്താ കൊടുത്തിരുന്നത്, half_adder എന്ന് പറയുന്ന ഒരു ഫയൽ നെയിം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തപ്പം എനിക്ക് എന്ത് ചോദിച്ചിട്ടുണ്ടാവും, ഇൻപുട്സ് ഔട്ട്പുട്ട്സ് ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ AB ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് എസും CA ഔട്ട്പുട്ട് ആയിട്ടും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത ഒരു മൊഡ്യൂൾ ആണ് അല്ലെങ്കിൽ കോഡിംഗ് സെഷൻ ആണ് എനിക്കിവിടെ വന്നു കിടക്കുന്നത്. ഓക്കെ, അപ്പോ ഈ കിട്ടിയ കോഡിനകത്ത് ഇനി ഞാൻ എന്ത് ചെയ്യണം, ഈ പറയുന്ന വേരിയബിൾസ് ഒന്ന് അസൈൻ ചെയ്യണം. എങ്ങനെ അസൈൻ ചെയ്യും, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തതാണ്. നമ്മൾ അസൈൻ ചെയ്യുമ്പം അസൈൻ എങ്ങനെയാണ്, അസൈൻ സം ഈക്വൽ ടു സം, ആദ്യത്തത് സം അല്ലേ ഔട്ട്പുട്ട്, സം ഈക്വൽ ടു എ എക്സ് ഓർ ബി ആണല്ലോ. സം എന്ന് പറയുന്നത് എന്താണ്, എ എക്സ് ഓർ ബി, സെമിക്കോളൻ. ഓക്കെ, ആൻഡ് അസൈൻ അടുത്ത ഔട്ട്പുട്ട് ഏതാണ്, CA ഈക്വൽ ടു എ ആൻഡ് ബി, സെമിക്കോളൻ. ഓക്കെ, സോ നമ്മുടെ വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി, നമുക്കത് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മൾ കോഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ എന്തെടുത്ത് നമ്മള് ആ ഹാഫ് ആർഡർ ലോജിക് സെലക്ട് ചെയ്യുക. അപ്പൊ ആ പ്രോജക്റ്റിനകത്ത് ഹാഫ് ആർഡർ ലോജിക് ആണോ നമ്മൾ സെലക്ട് ചെയ്തെന്നുള്ളത് എൻഷുർ ചെയ്യുക. സോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ലോജിക് ആയിട്ട് വേറെ ഏതെങ്കിലും ആണ് സെലക്ട് ആയി കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യണം, ജസ്റ്റ് ഹാഫ് ആർഡറിന്റെ സോഴ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഇംപ്ലിമെന്റേഷൻ ആണോ എന്നുള്ളത് എൻഷുർ ചെയ്തതിന് ശേഷം ഇത് ചെയ്യുക, ചെക്ക് സിന്റാക്സ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഈ കൺസോൾ വിൻഡോയിൽ വന്ന് കിടക്കും. ഓക്കെ, ഇപ്പൊ ഇത് സക്സസ്ഫുൾ ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. ദാറ്റ് മീൻസ് ഇതിനകത്ത് എറേഴ്സ് ഒന്നും ഇല്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, again go to the source window and select behavioral simulation, and here simulate behavioral model എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ ഇതൊരു പ്ലസ് സൈനിൽ ഇങ്ങനെ കിടക്കുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സിമുലേറ്റ് ചെയ്യുക. സോ സിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആവും. ദാറ്റ് ഇസ് മോഡൽസിന്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. And we can view the waveforms in that window. Just ഒന്ന് ഓപ്പൺ ആയി വരട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ ഒരു വിൻഡോ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള വേരിയബിൾസും കൂടി ഒന്ന് വരാനായിട്ടുണ്ട്. ഓക്കെ, വന്നു. അപ്പൊ ദേ ഹാഫ് ആർഡറിന്റെ ഇൻപുട്ട് എ, ഒരു ഇൻപുട്ട് ബി, എസ് സം, ഔട്ട്പുട്ട്, അടുത്ത ഔട്ട്പുട്ട് ക്യാരി. ഈ ഔട്ട്പുട്ട്സ് ആണ് റെഡില്, ഈ ബ്ലൂ കാണിച്ചിരിക്കുന്നത് ഏതാണ്, ഇൻപുട്സ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഫോഴ്സ് ചെയ്യണം വാല്യൂസ്. അപ്പൊ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോഴ്സ് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം സപ്പോസ് ഞാൻ എന്ത് കൊടുക്കുകയാണ്, 0 ഓപ്ഷൻ കൊടുക്കാം. 0 കൊടുത്തു. ഇനിഷ്യലി നമുക്ക് ഹാഫ് ആർഡറിന്റെ ട്രൂത്ത് ടേബിൾ 4 ഇല്ലേ, 4 കോമ്പിനേഷൻസ് ഇല്ലേ. ഡ്രൈവ് ഓപ്ഷൻ കൊടുക്കുക, ഡിലേ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓക്കെ കൊടുക്കുക. എഗെയിൻ ഹാഫ് ആർഡറിൽ പോസ് ചെയ്യുക, 0 1 കൊടുക്കുക. 0 1 അല്ല, നമ്മൾ നേരത്തെ 0 കൊടുത്തു, 0 0 തന്നെ നമുക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് സിമുലേറ്റിൽ പോവുക, റൺ ഓൾ കൊടുക്കുക. ഓക്കെ, സോ റൺ ഓൾ കൊടുക്കുക. റൺ ഓൾ കൊടുത്തപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. സോ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണത്. ഇതാ എന്തായി, A0 B0, അങ്ങനെയാണെങ്കിൽ സമ്മും 0 ക്യാരിയും 0, ശരിയല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്തു, A0 ആയിട്ട് തന്നെ റിറ്റെയിൻ ചെയ്തു. ബീനെ എന്ത് ചെയ്യാണ്, ബീനെ ഞാൻ 1 ആക്കുകയാണ്. സോ ഡ്രൈവേഴ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. എഗെയിൻ ഐ എം ട്രൈങ് ടു സിമുലേറ്റ് ഇറ്റ്. റൺ ഓൾ. ചെറിയൊരു വ്യത്യാസം വന്നു, അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇപ്പൊ 0യും 1ഉം ആണ്. സോ 0 1 വന്നപ്പോ സം എന്തായി, 0 + 1 സം 1ഉം ക്യാരി ഇറ്റ് റിട്ടേൺ 0. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, ഞാൻ അടുത്തത് 1 0 കോമ്പിനേഷൻ എടുക്കുകയാണ്. അപ്പൊ 1 0 എടുക്കുമ്പോൾ ഞാൻ എക്ക് 1 കൊടുക്കുകയാണ്, ബിക്ക് എന്ത് കൊടുക്കുകയാണ്, ബിക്ക് 0 കൊടുക്കുകയാണ്. ഓക്കെ, 1 0 കോമ്പിനേഷൻ എടുത്തു. സോ ഇത് ചെയ്ത് ഇനി അഗെയിൻ എന്ത് ചെയ്യാണ്, റൺ ഓൾ ഓപ്ഷൻസ് പോവാണ്. സോ ചെയ്തപ്പോൾ അവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ,
1 0. സം എന്ത് ചെയ്തു 1 തന്നെ നിന്നു, ക്യാരി എന്തായി 0 ആയി അല്ലെ, 0 തന്നെ റിട്ടൈൻ ചെയ്തു ആണല്ലോ. ഇനി എന്താണ് നമുക്കുള്ളത്, 1 1 ഓപ്ഷൻ അല്ലേ. 1 1 ഓപ്ഷനകത്ത് ബിക്കകത്ത് ഞാൻ എന്ത് ചെയ്യണം, എ ഓൾറെഡി 1 ആണ്, ബിയും കൂടി ഞാൻ എന്തെടുത്തു 1 ആയിട്ട് റീറ്റെയിൻ ചെയ്യാണ്. അപ്പൊ എഗെയിൻ ഐ എം ഡൂയിങ് സിമുലേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണേലും എടുക്കാം, നിങ്ങൾക്ക് സിമുലേറ്റിൽ പോയി വേണേലും ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, റൺ ഓൾ ഐക്കൺ ഉണ്ട്, അത് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യുക, റൺ ചെയ്യുക. ഓക്കെ, റൺ ചെയ്യുമ്പോൾ നോക്കിയേ എന്ത് കിട്ടി, ഇത് 1 ആയിരുന്നു, ഇവിടെ 1 ആയിരുന്നു. 1 + 1 എന്താണ്, സം 0 ആയി പോയി, ക്യാരി എന്തായി 1 ആയി. ഓക്കെ, സോ അപ്പൊ നമ്മൾ എന്ത് സിമുലേറ്റ് ചെയ്തു, നമ്മുടെ ഹാഫ് ഓർഡർ സിമുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ ഹാഫ് ഓർഡറിന്റെ എന്താണ് നോക്കിയത്, എ ബി ഇൻപുട്ട്, എ 0യും ബി 0 ആയപ്പോ സം 0 ക്യാരി 1, എ 0 ബി 1 ആയിരുന്നപ്പോ സം 1 ക്യാരി 0, എ 1 ബി 0 ആയിരുന്നപ്പോ സം 1 ക്യാരി 0, എ 1 ബി 1 ആയിരുന്നപ്പോ സം 0 ക്യാരി 1. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡേറ്റ ഫ്ലോയില് പ്രോഗ്രാം നമ്മൾ ചെയ്തത്. ഏറ്റവും സിംപ്ലസ്റ്റ് ലോജിക് ആണ് എന്ത്, ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത്. സോ ഡേറ്റ ഫ്ലോയില് നമുക്ക് കോഡ് എഴുതാൻ പ്രത്യേകിച്ച് ഒന്നും അറിയണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഇൻപുട്സ് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് നമ്മുടെ ലോജിക്സ് നമ്മൾ ഇവിടെ ഈ പറയുന്ന എൻ മോഡ്യൂളിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാണ്, അസൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ വെരിലോഗ് സോഴ്സ് കോഡ് ഇൻ ഡേറ്റ ഫ്ലോ മോഡലിംഗ്. ഏതിന്റെയാണ്, ഹാഫ് ഓർഡറിന്റെ. നെക്സ്റ്റ് വൺ, നമുക്ക് ഹാഫ് ഓർഡറിന്റെ ഇതേ കോഡിംഗ് നമുക്ക് ഏത് മോഡലിംഗിലും ചെയ്യാം, ബിഹേവിയറൽ മോഡലിംഗിലും ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്, നമ്മൾ അതിനകത്ത് നമ്മൾ നേരത്തെ കൂട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻപുട്സും കാര്യങ്ങളും ഇൻപുട്ടും ഔട്ട്പുട്ടും എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ തൊട്ട് മുന്നേ നമ്മൾ VHDL എങ്ങനെയാണോ ഒരു കോഡ് നമ്മൾ അല്ലെങ്കിൽ ഒരു സോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്, അതേപോലെ സോഴ്സ് ജനറേറ്റ് ചെയ്യുക, ആഡ് സോഴ്സ് അല്ലെങ്കിൽ ന്യൂ സോഴ്സ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ വരുന്ന സ്ക്രീനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന സമ്മിനെയും ക്യാരിനെയും രജിസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. അപ്പൊ REG ആണ് രജിസ്റ്ററിന്റെ കീവേഡ് എന്ന് പറയുന്നത്. സോ രജിസ്റ്റർ സം കോമ ക്യാരി, എന്നിട്ട് ഓൾവേസ് @begin എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് A or B ഇൻപുട്ട് ആണ്. ഏതൊക്കെയാണ് ഇൻപുട്സ്, ഇവിടെ എയും ബിയും ആണ് ഇൻപുട്ട്. ആ AB ഇൻപുട്ട് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതിനുശേഷം S = A XOR B and S എന്ന് പറഞ്ഞ സം ആണ്, ക്യാരി CA = A and B ഡിഫൈൻ ചെയ്യുക, എൻഡ് ചെയ്യുക. ഓൾവേസിനകത്ത് ഒരു ബിഗിനും ഉണ്ടാവും, ഒരു എൻഡും ഉണ്ടാവും. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ബിഹേവിയറൽ മോഡൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കോഡ്സ് നമ്മൾ ഈ പോർഷനിൽ നമ്മൾ നേരത്തെ ലോജിക്ക് മാത്രം എഴുതുന്നതിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ അസൈൻ S എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്യുന്നത്. ഇപ്പൊ അസൈൻ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല, പകരം ഇതിനെ രജിസ്റ്റർ ആയിട്ട് ഔട്ട്പുട്സിനെ രജിസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഒരു ഓൾവേസ് ബിഗിനും എൻഡും ഉണ്ടാവും. അതിനുള്ളിൽ ഈ ലോജിക് നമ്മൾ എന്ത് ചെയ്യും, എഴുതും. ബാക്കിയൊക്കെ പഴയതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് സിന്റാക്സും സിമുലേറ്റും ഒക്കെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, സ്ട്രക്ചറൽ മോഡലിംഗ്. സോ സ്ട്രക്ചറൽ മോഡലിംഗിൽ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കി ആ മൊഡ്യൂളൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്തത് നമ്മൾ നേരത്തെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത് അതേ പ്രൊസീജിയറിൽ തന്നെ നമ്മൾ ഇതിനകത്ത് നമുക്കറിയാം, ഈ XOR ഗേറ്റിനകത്ത് ഏതൊക്കെ 2 ഗേറ്റ്സ് ആണുള്ളത്, ഹാഫ് ഓർഡറിനകത്ത് ഏതൊക്കെ 2 ഗേറ്റ്സ് ആണുള്ളത്, ഒരു XORും ഒരു ANDും ഉണ്ട്. സോ ആ 2 കമ്പോണൻസിനെ നമ്മൾ ഇവിടെ അങ്ങ് ഡിഫൈൻ ചെയ്യും, XORും ANDും. ഇപ്പൊ XORനെ നമ്മൾ X1 എന്ന് ഡിഫൈൻ ലേബൽ ചെയ്യും. X1 ഓഫ് അതിന്റെ ഔട്ട്പുട്ട് എന്തൊക്കെയാണ്, XORന്റെ ഔട്ട്പുട്ട് സമ്മിനെ നമ്മൾ S എന്നാണ് കൊടുത്തത്, AB എന്ന് പറയുന്നത് ഇൻപുട്സ് ആണ്, S, AB. പിന്നെ രണ്ടാമത്തെ ഏതാണ് മൊഡ്യൂൾ, രണ്ടാമത്തെ ഗേറ്റ് ഏതാണ്, AND. അപ്പൊ നമ്മൾ A1 ഓഫ് CA, AB. CA എന്ന് പറയുന്നത് എന്താണ്, ക്യാരി ആണ്, AB എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്സും ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, അത് സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, റൺ ചെയ്യുക, ആൻഡ് യു വിൽ ഗെറ്റ് ദ സെയിം വേവ് ഫോം. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കോഡ് പഠിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഈ ഒരു കോഡിനകത്ത് കുറച്ചുകൂടി എളുപ്പം ഇതായിരിക്കും. നിങ്ങൾ നോക്കുക ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അത് നോക്കുക. ഓക്കെ, സർട്ടൻ കേസസിൽ നമുക്ക് ബിഹേവിയറൽ മോഡലിംഗ് ആയിരിക്കും ചില കേസസിൽ നമുക്ക് എളുപ്പം വരുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ കറസ്പോണ്ടിങ് ലോജിക് സർക്യൂട്ട്. ഓക്കെ,
അപ്പൊ ഇങ്ങനെയാണ് ഒരു ഹാഫ് ഓർഡർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സിമിലർലി നമ്മൾ അടുത്തിലേക്ക് പോവാണ് ഹാഫ് സബ്ട്രാക്ടർ. ഹാഫ് സബ്ട്രാക്ടർ നമ്മൾ എങ്ങനെ ചെയ്യും? സോ ഇതാണ് ഹാഫ് സബ്ട്രാക്ടറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോജിക് ഡയഗ്രാം എന്ന് പറയുന്നത്. എ ബി ഡിഫറൻസ് ബോറോ ഔട്ട്പുട്ട് അല്ലെ, ഇത് രണ്ട് ഇൻപുട്ട്, ഇത് രണ്ടും എന്താണ് ഔട്ട്പുട്ട്. അപ്പൊ ഡേറ്റ ഫ്ലോ മോഡലിംഗ് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്? മൊഡ്യൂൾ നേരത്തെ കൂട്ടി നമുക്ക് മൊഡ്യൂൾ ഡിഫൈൻ ചെയ്യാം. ഇൻപുട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇൻപുട്ട് ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എ ബി ഡിഫറൻസ് ബോറോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്? ന്യൂ സോഴ്സ് ഓപ്ഷൻ എടുക്കുവാണ്. സോ ഇതിനകത്ത് ഞാൻ ന്യൂ സോഴ്സ് കൊടുത്തു, അതിനകത്ത് വെരിലോഗ് ചൂസ് ചെയ്തു. അതിനകത്ത് നമ്മളിപ്പോ ഏതാണ് ചെയ്യുന്നത്? ഹാഫ് സബ്ട്രാക്ടർ. ഓക്കെ, ഹാഫ് സബ്ട്രാക്ടർ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഫയൽ നെയിം ഹാഫ് സബ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ഇൻപുട്ട്? എയും ബിയും ഇൻപുട്ട് ആണ്. ഏതാണ് ഔട്ട്പുട്ട്? ഡിഫറൻസും പിന്നെ ഏതാണ്? ബോറോ. ഓക്കെ, സോ അത് എന്തായിട്ട് ഡിഫൈൻ ചെയ്യണം? ഔട്ട്പുട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്തു. ബാക്കിയൊക്കെ ഇൻപുട്ട് ബൈ ഡിഫോൾട്ട് അതാണ്. സോ ഫിനിഷ് ചെയ്തു. നമുക്ക് വന്നല്ലോ, ഡിഫറൻസും ബോറോയും കയറി വന്നു. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? അസൈൻ. ഞാനിപ്പോ ഡേറ്റ ഫ്ലോ ആണ് ചെയ്യുന്നത്. അസൈൻ ഡിഫറൻസ് ഈക്വൽ ടു, ഡിഫറൻസ് എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത്? ഇത് നോക്കിയേ, ഡിഫറൻസ് എന്ന് പറയുന്നത് എ എക്സോർ ബി ആണ് അല്ലെ. ഡിഫറൻസ് ഈക്വൽ ടു എ എക്സോർ ബി ആണ്. അപ്പൊ അതിവിടെ അസൈൻ ചെയ്യാം. ഡിഫറൻസ് ഈക്വൽ ടു എ എക്സോർ ബി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കിയേ, ആ ഫിഗർ പോയി നോക്കുക. ഫിഗർ വെച്ച് കമ്പയർ ചെയ്ത് വേണം എഴുതാനായിട്ട്. അപ്പൊ എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ വ്യത്യാസമുണ്ട്, ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ കേസിൽ, അതായത് ഹാഫ് ഓർഡറിന്റെ കേസിൽ എനിക്ക് എത്ര ഇൻപുട്ട് ഉണ്ടായിരുന്നു? എയും ബിയും. എത്ര ഔട്ട്പുട്ട് ഉണ്ട്? എത്ര ടെർമിനൽ ഉണ്ട്? ഇൻപുട്ടിൽ എ ബി, ഔട്ട്പുട്ടിൽ രണ്ടെണ്ണം, സമ്മും ക്യാരി ആണല്ലോ. പക്ഷേ ഹാഫ് സബ്ട്രാക്ടർ വന്നപ്പോഴത്തേക്കും നമുക്ക് ഇൻപുട്ട് എത്രയാണ്? എ ബി തന്നെയാണ്, ഔട്ട്പുട്ടിൽ ഡിഫറൻസും ബോറോ ആണ്. പക്ഷേ ഇവിടെ ഒരു നോട്ട് ഗേറ്റ് കിടക്കുന്ന, അതിന്റെ ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ നോട്ട് ഗേറ്റിന്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇതിനെ എനിക്ക് ഇവിടെ എ ആണെങ്കിൽ ഈ ഇൻവെർട്ടറിനകത്തൂടെ കയറി വരുമ്പോൾ ഇതെന്താവും? എ ബാർ ആവും. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ ടെർമിനലിനെ ഡിഫൈൻ ചെയ്യണം. അത് എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു ഡിഫൈൻ ഇറ്റ് ആസ് വയർ എ ബാർ. ശ്രദ്ധിച്ചോ, എ ബാർ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ഈ എ ബാറിന്റെ പകരം വേറെ ഏതെങ്കിലും പേര് കൊടുക്കാം. ഓക്കെ, ഡസന്റ് മാറ്റർ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കൊടുക്കണം? ഇതിനെ വയർ എ ബാർ എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, അത് ഡിഫൈൻ ചെയ്തെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് വരുള്ളൂ. അത് ആദ്യമേ, അതായത് ഡിഫറൻസ് ഒക്കെ വരുന്ന, നമുക്ക് എക്സോർ എന്ന് പറയുന്ന ആ ഡിഫറൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ദേ എക്സോർ കിട്ടാനല്ല, ദേ നോക്കിയേ, ഡിഫറൻസ് കിട്ടാൻ നമുക്ക് ഡയറക്റ്റ് എ എക്സോർ ബി കൊടുത്താൽ മതി. ബട്ട് ബോറോ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബോറോ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ബി ആൻഡ് എ ബാർ ആണ്. അപ്പൊ എ ബാർ ഞാൻ മുന്നേ ഡിഫൈൻ ചെയ്തിരിക്കണം. അപ്പൊ അത് കാരണം നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഏതാണോ കിട്ടേണ്ടത് അത് നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? വയർ എ ബാർ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. ആൻഡ് പുട്ട് എ സെമിക്കോളൻ. ഇനി വയർ എ ബാർ ഡിഫൈൻ ചെയ്ത വാട്ട് ഈസ് എ ബാർ? എ ബാർ എന്താണ്? എ ബാർ ഈക്വൽ ടു നോട്ട് ഓഫ് എ. ശരിയല്ലേ? എനെ നമ്മൾ എന്ത് ചെയ്തു? ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? എ ബാർ എന്ന് പറയുന്നത് അല്ലേ. ഇത് എ ബാർ ആണെങ്കിൽ ഇൻവേർട്ടഡ് വേർഷൻ ഓഫ് എ ആണെന്ത്? എ ബാർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? അവിടെ ഒരു സെമിക്കോളൻ ഉണ്ടാവും. ഇനി നമുക്ക് ഡിഫറൻസ് നമ്മൾ എന്തായാലും അസൈൻ ചെയ്തല്ലോ. ഇനി നമുക്ക് എന്തും കൂടെ വേണം? ഇതിനകത്ത് ബോറോ ഉണ്ട്. ബോറോ എങ്ങനെയാണ്? ബോറോ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡിഫറൻസ് അസൈൻ ചെയ്ത് വെച്ചു. നെക്സ്റ്റ് അസൈൻ ബോറോ. നമ്മൾ എങ്ങനെയാ ബോറോ ഡിഫൈൻ ചെയ്ത്? BORR അല്ലേ, ഈക്വൽ ടു BORR ഈക്വൽ ടു എ അല്ലല്ലോ, ബോറോയുടെ എങ്ങനെയാണ് വരുന്നത്? ഫിഗർ നോക്കിയേ, ബി ആൻഡ് എ ബാർ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ബി ആൻഡ് എ ബാർ. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കി ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എ ബാർ എന്താന്ന് ചെക്ക് ചെയ്യും. എ ബാർ നമ്മൾ എന്ത് കൊടുത്തു? നോട്ട് ഓഫ് എ. എ ബാർ എന്ന് പറയുന്നത് ഒരു വയറായിട്ട് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തു. ദിസ് ഇസ് ഹൗ വി റൈറ്റ് എ കോഡ് ഇൻ
വെരിലോഗ്. അപ്പൊ ഹാഫ് സബ്ട്രാക്ടർ എടുത്തപ്പോ അതിനകത്ത് നമ്മൾ ഏത് കൺസെപ്റ്റ് ഫെമിലിയർ ആയി? വയർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഫെമിലിയർ ആയി. ഓക്കെ, ഇനി ഈ കോഡ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് എഴുതാം. നമ്മളിവിടെ വയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തല്ലോ. ഞാനിവിടെ വയർ ചൂസ് ചെയ്യുന്നില്ലാന്ന് വെച്ചോ. വയർ ചൂസ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് എന്ത് വേണ്ട? എ ബാറിന്റെ കൺസെപ്റ്റ് വേണ്ട. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? അസൈൻ ഡിഫറൻസ് ഈക്വൽ ടു എ എക്സോർ ബി ആൻഡ് ബോറോ. ബോറോ എന്ന് പറയുന്നത് നമുക്ക് BORR ആണ് അല്ലെ. ഡിഫറൻസ് എന്ന് പറയുന്നത് DIFF ആണ്. സോ ഡിഫറൻസ് ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ വേരിയബിൾ വേണം ഇവിടെയും കൊടുക്കാൻ. ഡിഫറൻസ് എന്താണ്? എ എക്സോർ ബി ആൻഡ് ബോറോ ഈക്വൽ ടു എങ്ങനെയാണ് ആ ഇമേജ് നോക്കിയേ. ബോറോ ഈക്വൽ ടു ബി ആൻഡ് എന്താണ്? എ ബാർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എ ബാർ ഡിഫൈൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മള് എ ബാർ അങ്ങ് കളഞ്ഞു. ബി ആൻഡ് നോട്ട് ഓഫ് എ. ശരിയാണോ? ബിയും എന്താണ്? എയുടെ നോട്ടും ആണ്. ശരിയായില്ലേ? ഇതും സിമ്പിൾ കൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എക്സിക്യൂട്ട് ആവുമെന്നൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഒന്ന് സേവ് ചെയ്യാം. സേവ് ആയി. ഇനി സിൻടാക്സ് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ എറർ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഇപ്പൊ എറർ ഇല്ല. ദാറ്റ് മീൻസ് ഈ ഒരു ഫോർമാറ്റും അല്ലെങ്കിൽ ഈ ഒരു കോഡിംഗ് മെത്തേഡും കറക്റ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അത് സിമുലേറ്റ് ചെയ്യാം. സിമുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഈ ഹാഫ് സബ്ട്രാക്ടർ ചൂസ് ചെയ്തു. ബിഹേവിയറൽ സിമുലേഷൻ കൊടുത്തിട്ട് എന്ത് കൊടുത്തു? സിമുലേറ്റ് ബിഹേവിയറൽ മോഡൽ. ഓക്കെ, അപ്പൊ സിമുലേറ്റ് ചെയ്തു. സിമുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വേവ് ഫോം കറക്റ്റ് ആണോ എന്നും കൂടെ നോക്കാം. അപ്പൊ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്ത കോഡ് കറക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോ ഓപ്പൺ ആയി വരട്ടെ മോഡൽസും. അപ്പോ ഏകദേശം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, വേരിയബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വേരിയബിൾസ് കൂടി വരാനുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ ഫൈൻ. സോ വേരിയബിൾസ് ഇവിടെ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മള് പോസ് ചെയ്യാണ് വാല്യൂ. ഇനീഷ്യലി 0 ഡ്രൈവ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. എഗെയിൻ ഇനിഷ്യലി നമ്മൾ ആദ്യം എല്ലാം 0 അസൈൻ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എന്ത് കൊടുക്കുന്നു? റൺ ഓൾ ഓപ്ഷൻ കൊടുക്കാം. എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. 0 കൊടുത്തപ്പോ നമുക്ക് എന്ത് വന്നു? 0 കൊടുത്ത സമയത്ത് നമുക്ക് ബോറോയും ഡിഫറൻസും എന്ത് തന്നെയാണ്? 0 ആണ് അല്ലെ. നമുക്ക് ആ ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കാം. 0 കൊടുത്തപ്പോ ഡിഫറൻസ് 0, ബോറോ 0 ആണല്ലോ. ആ മോഡൽസിലേക്ക് പോയേ. ആദ്യത്തത് ഡിഫറൻസ് ആണ്, രണ്ടാമത്തത് ബോറോ ആണ്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ 0 1 കൊടുത്തു. 0 1 കൊടുക്കുമ്പോ എങ്ങനെയാന്ന് നോക്കാം. സീറോ 1 കൊടുത്തിട്ട് റൺ ഓൾ ഓപ്ഷൻ കൊടുത്തു. അതൊന്ന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാണ്. 0 1 കൊടുത്തപ്പം എന്ത് കിട്ടി? നമുക്ക് 0 1 കൊടുത്ത സമയത്ത് 0 ഇത് 1 എന്ത് കിട്ടി? ഡിഫറൻസ് 1, ബോറോ 1. ശരിയാണോ ട്രൂത്ത് ടേബിള്? വെരിഫൈ ചെയ്തേ. 0 1 കൊടുത്തപ്പോ ഡിഫറൻസ് 1, ബോറോ 1. ശരിയാണല്ലോ. ഇനി അടുത്തത് 1 0 കൊടുക്കാം. 1 0 കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം നമുക്ക് ഇത് ഓൾറെഡി 1 നിൽക്കുകയാണ്. ഞാൻ ഇതും കൂടെ ഒന്ന് 1 ആക്കുകയാണ്. 1 1 നോക്കാം ഫസ്റ്റ്, അതിലെ കുറച്ചും കൂടി എളുപ്പം. അപ്പൊ 1 1 നോക്കി അത് ഒന്ന് റൺ ഓൾ ഓപ്ഷൻ കൊടുത്തു നോക്കാം. വാട്ട് അബൌട്ട് 1 1 കൊടുത്ത സമയത്ത് രണ്ടും 0 ആയി. നമുക്ക് ആ ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കാം. രണ്ട് ഇൻപുട്ടും 1 ആയപ്പോ 1 - 1 ഡിഫറൻസ് 0, ബോറോയും 0 അല്ലേ. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഏതാണ്? 1 0 ഓപ്ഷൻ. അപ്പൊ ഞാൻ ബി ആണ് ഇപ്രാവശ്യം 0 ആക്കുന്നത്. അപ്പൊ 0 കൊടുത്തു, ഡ്രൈവ് ചെയ്തു, ഓക്കെ കൊടുത്തു. അഗെയിൻ റൺ ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, 1 0 കൊടുത്ത സമയത്ത് എന്ത് കിട്ടി? നമുക്ക് 1 - 0 എന്ന് പറയുന്നത് ഡിഫറൻസ് 0യും ബോറോ 0 അല്ല, ഡിഫറൻസ് 1ഉം ബോറോ 0 അല്ലേ. അപ്പൊ ഇനി ട്രൂത്ത് ടേബിൾ നോക്കി. 1 0 ഡിഫറൻസ് 1ഉം ബോറോ 0. സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ഇപ്പൊ വേവ് ഫോംസ് അല്ലെങ്കിൽ പറയുന്ന പ്രോഗ്രാംസ് സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതേപോലെ നമ്മള് ബാക്കിയുള്ള, അതായത് ബാക്കിയുള്ള കോഡിംഗ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇത് നമുക്ക് മോഡിഫൈ ചെയ്യാലോ. നമുക്ക് എങ്ങനെ എഴുതാം? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പറയുന്ന നമ്മളിപ്പോ എഴുതി വെച്ചിരിക്കുന്ന കോഡ് നമുക്ക് ആഡ് ചെയ്യാം. എന്താണ്?
നമുക്ക് വയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് വേണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ലോജിക് തന്നെ എടുത്ത് ഇതിനകത്തോട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതും കറക്റ്റ് തന്നെയാണ്. മനസ്സിലായല്ലോ? ഇങ്ങനെ നമുക്ക് ഓരോ മോഡലിംഗ് മെത്തേഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡേറ്റ ഫ്ലോ ആയിരിക്കും ഇപ്പോഴത്തെ ഒരു ലെവലിൽ എളുപ്പം. സോ ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു പോകാം. അതിന്റെ കറസ്പോണ്ടിങ് വേവ് ഫോംസും കാണുന്നുണ്ട്. സോ ഇതേപോലെ നമുക്ക് എന്തൊക്കെ നോക്കണം? ഫുൾ ആഡേഴ്സ്, ഫുൾ സബ്ട്രാക്ടേഴ്സ്, പിന്നെ എന്താണ് ബാക്കിയുള്ള കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എല്ലാം നമുക്ക് നോക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ രണ്ടെണ്ണം വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.